എല്ലാം മരണം എന്ന് പറയുന്നത് വിസ്മരിപ്പിക്കുകയാണ്. അത് വിസ്മരിച്ചെങ്കിൽ മാത്രമേ ആധുനിക ലോകത്തുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പിറകെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയുള്ളൂ. ആധുനിക ലോകത്തിന് അതാണ് ആവശ്യം. ജനങ്ങൾക്ക് ആർത്തിയുണ്ടാക്കുക, ജനങ്ങൾക്ക് വാരിക്കൂട്ടാനുള്ള മോഹമുണ്ടാക്കുക, അതിന്റെ പിറകെ ഓടുക. അതിന്റെ പിറകെ ഓടുമ്പോൾ കടമകൾ മടക്കുന്നു, മാതാപിതാക്കളോടുള്ള കടമകൾ മറക്കുന്നു, ഗുരുവര്യന്മാരോട്. ആധുനിക ലോകം മനുഷ്യൻ ആർത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. ചാനലുകളും മാസികകളും സർവമാധ്യമങ്ങളും അതുണ്ടാക്കി മനുഷ്യൻ അതിന്റെ പിറകെ ഓട്ടുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആത്മീയതയും ഭൗതികതയും ആധുനികതയുടെ പ്രത്യേക സ്വഭാവവും ആത്മീയതയും വേർതിരിയുന്ന ഒരു മേഖല ഏതാണ്? ഒരാളുടെ കയ്യിൽ 100 രൂപയുണ്ട്, ഒരാളുടെ കയ്യിൽ 100 രൂപയുണ്ട്. അപ്പോഴാണ് ഒരു പാവപ്പെട്ട ആള് വന്നിട്ട് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കുട്ടി മരിച്ചത് ഈ ഇടയ്ക്ക് പത്രത്തിലൊരു വലിയ വാർത്തയായിരുന്നു. വിശന്ന് പൊരിഞ്ഞപ്പോൾ പലരുടെ മുമ്പിലും കൈനീട്ടി. 10-14 വയസ്സുള്ള ബാലന് ഒരാൾ പോലും ഭക്ഷണത്തിനുള്ള കാശ് കൊടുത്തില്ല. കാരണം പലരും കൈ നീട്ടുന്നവരാണ്. വെറുതെ കൈ നീട്ടുന്നവരുണ്ടാവും, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൈ നീട്ടുന്നവരുണ്ടാകും എന്ന് കരുതിയിട്ടാവണം. കേരളക്കാർ മോശമായതുകൊണ്ടല്ല, ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞാവൽ മരത്തിന്റെ മുകളിൽ കയറി ഞാവൽ പഴം പറിച്ചുകൊണ്ടിരിക്കെ ഒരാൾ പറഞ്ഞു, നിനക്ക് ചോറ് തിന്നാനുള്ള കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തിൽ പെട്ടെന്ന് ഇറങ്ങി. ആ കുട്ടിയാണെങ്കിൽ വിശന്ന് തളർന്ന് വറക്കാൻ തുടങ്ങിയിരുന്നു. മരത്തിന്റെ മുകളിൽ നിന്ന് തല കുത്തി താഴെ വീണ് കുട്ടി മരിച്ചുപോയി. വിശപ്പിന്റെ കാഠിന്യം. ഒരു നേരത്തെ ആഹാരം തരാമെന്ന് പറഞ്ഞപ്പോ വിശപ്പടക്കാൻ വേണ്ടി ഞാവൽ പഴം പറിച്ചു തിന്നുന്ന കുട്ടി ധൃതി കൂട്ടി ഇറങ്ങിയപ്പോ വീണ് മരിച്ചുപോയത് ഒരുപാട് ദിവസങ്ങൾ പത്രങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം, പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകൾ. 100 രൂപ ഒരാളെ കയ്യിലുള്ളപ്പോഴാണ് മറ്റൊരുത്തൻ ചോദിക്കുന്നത്, എനിക്ക് ഭക്ഷണത്തിനൊരു 10 രൂപ വേണം, ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവന്റെ 100 രൂപയിൽ നിന്ന് 10 രൂപ അങ്ങോട്ട് ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്താൽ ആധുനിക ലോകം അവനോട് വിളിച്ചു പറയുന്നത് 100ൽ നിന്ന് 10 കുറഞ്ഞുപോയി, ഇനി 90 മാത്രമാണ്. എന്റെ 100 രൂപയിൽ നിന്ന് 10 റുപ്യ കുറഞ്ഞുപോയി, കുറവാണ്. 100ൽ നിന്ന് 10 കുറഞ്ഞാൽ ബാക്കി 90. സമ്പത്തിന് ശോഷണം സംഭവിച്ചു, നിന്റെ സമ്പത്തിന് കുറവ് സംഭവിച്ചു എന്ന് പഠിപ്പിക്കുന്നു ഭൗതിക ലോകം. ആധുനികത പഠിപ്പിക്കുന്നു. മതം പഠിപ്പിക്കുന്നതോ 100 രൂപയിൽ നിന്ന് 10 രൂപ നീ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്താൽ, ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ, നിന്റെ 10 രൂപ നാളത്തേക്ക് ബാക്കിയായി പടച്ചറപ്പിന്റെ അടുക്കൽ നീ സൂക്ഷിച്ചു വെച്ചു. അത് മാത്രമാണ് നിന്റെ സമ്പാദ്യം. നിന്റെ കയ്യിലുള്ള 90 രൂപയല്ല നിന്റെ സമ്പാദ്യം. നിനക്ക് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം വിശന്നവന് ഭക്ഷണം കൊടുക്കാൻ നീ നീക്കി വെച്ച 10 ആണ്. അത് നീ അള്ളാഹുവിന്റെ കയ്യിലെത്തിച്ചു. മിസ്കീന്റെ കയ്യിലെത്തുന്നതിന്റെ മുമ്പ്, മിസ്കീൻ കൈ നീട്ടി അത് വാങ്ങുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ അടുക്കൽ സുരക്ഷിതമായ സ്ഥലത്തെത്തി. ശഫീഉനാ റസൂലുള്ളാഹി. ഭൗതികത ആത്മീയത വേർതിരിയുന്നൊരു മേഖലയാണത്. ഭൗതിക ലോകം അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആധുനികത അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് 100ൽ നിന്ന് 10 കുറഞ്ഞാൽ 10 കുറഞ്ഞു എന്നാണ്. സമ്പത്ത് ചുരുങ്ങിപ്പോയി, 10 കുറഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നു. അവിടെയാണ് ആത്മീയത മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ 10 മാത്രമാണ് സമ്പാദ്യം. അതാണ് എൻ്റെ മനസ്സിന് സമാധാനം, എൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്നത്. വിശന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത 10 രൂപ, ആ 10 രൂപ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനെ ഓർക്കുമ്പോൾ അവന്റെ ആത്മാവിന് സക്കീനത്തുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അതാണ് ആധുനികതയും ആത്മീയതയും തമ്മിൽ വേർതിരിയുന്ന ഒരു മേഖല. ഇതുപോലെ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കും. വെള്ളമുണ്ടാകുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം ഘടകങ്ങൾ ചേരുമ്പോഴാണ് വെള്ളം എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടാകുന്നത്, ആ വെള്ളമുണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൗതിക ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആത്മീയത അവന് പഠിപ്പിക്കുന്നതല്ല. അത് വിശന്ന ദാഹിച്ച ഒരാൾക്ക് കൊടുത്താൽ അതിന്റെ കൂലി എത്രയാണ്, ആ വെള്ളം ദാഹപരവശനായ ഒരാൾക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം, അതിനെപ്പറ്റിയാണ് ആത്മീയത ചർച്ച ചെയ്യുന്നത്. ഈ ചെറിയ 2 ഉദാഹരണം പറഞ്ഞത് ആധുനികതയും ആത്മീയതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക്, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക്,
ആത്മീയത മനുഷ്യനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണ്, മനുഷ്യ നന്മയിലേക്കാണ്. അവിടെ സാമ്പത്തികമായ കുറവല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ, മറ്റൊരാൾക്ക് ധർമ്മം ചെയ്യുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഹദിയ നൽകുമ്പോഴുണ്ടാകുന്ന ആത്മീയ സുഖമാണ്. ആ ആത്മീയതയാണ് ഒരു വിശ്വാസി ഏറ്റവും വലിയൊരു കാര്യമായി കാണുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേതാണ്? ഏറ്റവും ഖൈറായ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യം കിട്ടുന്ന അമലേതാണ്? ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനീൻ. ആദരവായ റസൂലുള്ളാഹിന് മറുപടി പറയുന്നത് ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൽബിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കൽ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷത്തിന്റെ തിരി കൊളുത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കർമ്മമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് മനുഷ്യനെന്ന് മാത്രമല്ല, ഏത് ജീവികളെയും നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോ മറ്റോ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആത്മാവിന് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു, സ്വന്തം ആവശ്യങ്ങളെ ബലികടിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ട് സ്വന്തം മക്കളും കുടുംബവും പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവരെ കണ്ണ് നിറയുകയായിരുന്നു സന്തോഷം കൊണ്ട്. പടച്ചവനെ, ഒരു ദിവസം നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന് നിന്റെ അടിമകളെ സഹായിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം, ആ സന്തോഷം ആത്മാവിന്റെ സുഖമാണ്. ആത്മീയ സുഖം അനുഭവിക്കണമെങ്കിൽ ഈമാൻ വേണം. അല്ലാഹുവിൽ വിശ്വാസമുള്ള, അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്കാണ് ആത്മാവിന്റെ സുഖം അനുഭവിക്കുക. കാരണം പടച്ച റബ്ബാണ് പഠിപ്പിക്കുന്നത് നന്മകൾ. ഒരാൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ പരലോകത്തുള്ള പ്രതിഫലം ദുന്യാവ് മാത്രമാണോ, ആധുനികത മാത്രമാണോ നിങ്ങളെ കണ്ണിലുള്ളതെങ്കിൽ മരണത്തിന്റെ ശേഷമുള്ള ഒരു പ്രപഞ്ചത്തെ, ലോകത്തെപ്പറ്റി, മരണത്തിന്റെ ശേഷമുള്ള ഒരു പ്രതിഫലത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരെയല്ല. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം, അവിടെയുള്ള നന്മതിന്മകൾ, അവിടെയുള്ള ഹിസാബുകൾ, അതിനെപ്പറ്റി ബോധമില്ലാത്തവർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നോ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴുണ്ടാകുന്ന ആത്മസുഖമോ അതൊന്നും അനുഭവിക്കുക പ്രയാസമാണ്. ശരിയായ ആത്മീയ സുഖം ശരീരത്തിന്റെ സുഖത്തേക്കാൾ പ്രധാനം, ശരീരത്തിന്റെ സുഖത്തേക്കാൾ പ്രധാനം ആത്മാവിന്റെ സുഖമാണ്. ആത്മാവിന് സുഖം കിട്ടണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. ആ പടച്ച റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ത് ചെയ്താലും, അണുമണി തൂക്കം നിങ്ങൾ ചെയ്താലും അത് കാണുന്ന റബ്ബുണ്ട്. അണുമണി തൂക്കം നന്മയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ആരും അത് കണ്ടിട്ടില്ലെങ്കിലും, ആരും അത് അറിഞ്ഞിട്ടില്ലെങ്കിലും അത് കാണുന്ന ഒരുത്തനുണ്ട്, അറിയുന്ന ഒരുത്തനുണ്ട്. അതവൻ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾ നാളെ പരലോകത്തെ നിന്റെ പ്രതിഫലം കാണുമെന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന്റെ സുഖം, ആത്മാവിന്റെ സുഖം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയത നമ്മൾ ചെയ്യുന്ന നമസ്കാരം കൊണ്ട് അത് കിട്ടണം, നോമ്പ് കൊണ്ട് കിട്ടണം, സദഖ കൊണ്ട്, സകാത്ത് കൊണ്ട് ആത്മാവിന് സുഖവും സന്തോഷവും സമാധാനവും കിട്ടുന്ന രൂപത്തിലാവണം. ഈ ആത്മീയത നശിപ്പിക്കാൻ കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിശാചാണ്. ഒരു മനുഷ്യനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മീയത നശിപ്പിക്കുക എന്നാണ്. എന്ത് ചെയ്താലും അത് ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം, ആത്മാവിന് സുഖം കിട്ടുന്ന, പടച്ചവനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലേക്ക് അമലുകളെ മാറ്റാതെ മനുഷ്യനെ തടഞ്ഞു നിർത്തി പരലോകം ബ്ലോക്ക് ചെയ്യുന്നവനാണ് ഇബ്ലീസുൽ ലഈൻ. നിങ്ങൾ ആത്മാർത്ഥമായ ഒരു സദഖ കൊടുക്കുകയാണ്, ആത്മാർത്ഥമായി 1000-ഓ 10,000-ഓ കൊടുക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസുൽ ലഈൻ എന്ത് ചെയ്യും? അതെങ്ങനെയെങ്കിലും നിങ്ങളെ നീയത്ത് പഴപ്പിക്കണം, അത് 4 ആളുകൾ കാണണം, 4 ആളുകൾ അറിയണം ഞാനൊരു ധർമ്മിഷ്ഠനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, മറ്റുള്ളവർ അറിയണം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളെ മനസ്സിലുണ്ടാക്കി തന്നാൽ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കുന്ന 5000 ഉറുപ്പിക നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആത്മീയത നഷ്ടപ്പെട്ടു. ഇബ്ലീസിന്റെ ശ്രമം അവിടെയാണ്. അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് ഭൗതിക നേട്ടത്തിന് വേണ്ടി നീ ഒരു ധർമ്മിഷ്ഠനായി അറിയപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം പോയി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രവാചകർ പറഞ്ഞു, ചെറിയ ശിർക്കാണത്. ബഹുദൈവ ആരാധന, അല്ലാഹു അല്ലാത്ത ശക്തികളെ ആരാധിക്കൽ ഇസ്ലാമിൽ വലിയ തെറ്റാണ്. അതിന്റെ പരിധിയിലാണ് പ്രവാചകൻ മറ്റുള്ളവരെ കാണിപ്പിക്കാനും മറ്റുള്ളവരെ കേൾപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ എണ്ണിയത്.
ശിർക്കുൽ അസ്ഗർ. കാരണം അല്ലാഹു കാണാൻ വേണ്ടി ചെയ്യേണ്ട സദഖ അല്ലാഹു അല്ലാത്ത ആളുകൾ കാണട്ടെ അറിയട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നത് പോലെ. ചില ആളുകളുടെ നിസ്കാരം അങ്ങനെയാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ യാതൊരു ഖൗഫും ഉണ്ടാവില്ല, ഒരു ചിട്ടയും ഉണ്ടാവില്ല. നേരെ മറിച്ച് നാലാളുകളുടെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ വളരെ ഖൗഫോടുകൂടെ തുണിയെല്ലാം കയറ്റിയെടുത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയൊരു നിസ്കാരം. ജനങ്ങളുടെ മുമ്പിൽ നിസ്കാരം ഒന്ന് വേറെ, സ്വന്തം റൂം നിസ്കാരം ഒന്ന് വേറെ. ഈ രണ്ട് കോലം ശൈത്താൻ നിങ്ങൾ ആത്മീയത തകർക്കുകയാണ്. ആളുകൾ കാണുമ്പോൾ നന്നാക്കുന്നു, അള്ളാഹു കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമേ ഇല്ല. അത് വളരെ അലസനായി നിർവഹിക്കുന്നു. ജനങ്ങൾ കാണുമ്പോൾ ഉന്മേഷവാനാകുന്നു. ആത്മീയത നഷ്ടപ്പെടുന്ന ഒരു രംഗമാണത്. കർമ്മങ്ങൾ ശരിക്ക് 5000 കൊടുത്തവൻ 5000 കൊടുത്തിട്ടുണ്ട്, 10,000 കൊടുത്തവൻ 10,000 കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ആത്മീയത അള്ളാന്റെ പൊരുത്തമാണ്. പടച്ച റബ്ബ് അറിയണം എന്ന ചിന്ത മാത്രമാണ്. മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ സദഖ ചെയ്യുമ്പോൾ പറയും പേര് പറയണ്ട. ഇനി പേര് പറഞ്ഞാലും മറ്റുള്ളവർ അറിഞ്ഞാലും അതിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല. കൂലി നഷ്ടപ്പെടൽ എവിടെ? നമ്മളെ നിയ്യത്ത് എന്താണ്? അവിടെയാണ്. അറിയണമെന്ന് നീ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒരു ധർമ്മിഷ്ഠനായി അറിയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ കൂലി പോകുന്നത്.